Good afternoon, students. We are going to discuss about the topic the importance of biodiversity in daily life, part 2. In the first part, we have discussed about the ecological importance of biodiversity. In this part, we will discuss about the other important areas where the biodiversity is important. The area where the biodiversity is important includes research, education, and monitoring. But there is still much to learn on how to get better use from biological resources, how to maintain the genetic base of harvested biological resources, and how to rehabilitate degraded ecosystem. We have still little knowledge about how to better use for biological resources, how to utilize the biological resources we have, how to maintain the genetic basis of the harvested biological resources, and how to rehabilitate the degraded ecosystem. In the first നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ ഡെയിലി ലൈഫ് പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇതാണ് ഫൈനൽ പാർട്ട്, ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ ഡെയിലി ലൈഫിൻ്റെ ഫൈനൽ പാർട്ടാണിത്. അപ്പം ആദ്യത്തെ ഇമ്പോർട്ടൻസ് ആണ് റിസർച്ച്, എഡ്യൂക്കേഷൻ ആൻഡ് മോണിറ്ററിങ്. അപ്പോൾ നമ്മുടെ റിസർച്ച് പർപ്പസിനും എഡ്യൂക്കേഷൻ പർപ്പസിനും മോണിറ്ററിങ് പർപ്പസിനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ബയോഡൈവേഴ്സിറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ അറിവ് എന്താണ്? നമുക്കുള്ള അറിവ്, അതായത് എങ്ങനെ ബയോഡൈവേഴ്സിറ്റിനെ ബെറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യണം, അപ്പോൾ എങ്ങനെ നമ്മൾ ബയോഡൈവേഴ്സിറ്റീൻ്റെ നല്ല രീതിയിൽ യൂസ് ചെയ്യണം, എങ്ങനെ നമുക്ക് ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് തകർന്ന ബയോഡൈവേഴ്സിറ്റിനെ നമുക്ക് എങ്ങനെ പിന്നെയും പുനർജീവിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ നമുക്ക് വലിയ അറിവില്ലാത്ത മേഖലകളാണ് എന്തെല്ലാം, എങ്ങനെ ഈ ബയോളജിക്കൽ റിസോഴ്സ് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എങ്ങനെ ബെറ്ററായിട്ട് യൂസ് ചെയ്യാം, പിന്നെ എങ്ങനെ നമുക്ക് ഈ ജനറ്റിക് ബേസിസ് കൺസേർവ് ചെയ്യാം, പിന്നെ എങ്ങനെ നമുക്ക് ഈ തകർന്ന എക്കോസിസ്റ്റത്തിനെ നമുക്ക് പുനർജീവിപ്പിച്ചെടുക്കാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വലിയ അറിവൊന്നുമില്ല. ഇപ്പോൾ നാച്ചുറൽ ഏരിയാസ് പ്രൊവൈഡ് എക്സലൻറ്റ് ലിവിങ് ലബോറട്ടറീസ് ഫോർ സ്റ്റഡീസ് ഫോർ കമ്പാരിസൺ വിത്ത് അതർ ഏരിയാസ് അണ്ടർ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് യൂസ് ആൻഡ് ഫോർ വാല്യബിൾ റിസർച്ച് ഇൻ ടു എക്കോളജി ആൻഡ് എവല്യൂഷൻ. ഇപ്പോൾ നാച്ചുറൽ ഏരിയാസ് പ്രൊവൈഡ് ലബോറട്ടറീസ്, ഇപ്പം പ്രകൃതി തന്നെ ഒരു പരീക്ഷണശാലയാണ്. അപ്പോൾ ആ പ്രകൃതി എന്ന പരീക്ഷണശാലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ, അതായത് എങ്ങനെ നമുക്ക് ജനറ്റിക് ഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യാം, അപ്പോൾ എങ്ങനെ നമുക്ക് ബയോഡൈവേഴ്സിറ്റി യൂസ് ചെയ്യാം, ബെറ്ററായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ നമുക്ക് പിന്നെ ഡീഗ്രേഡ് ചെയ്യുന്ന എക്കോസിസ്റ്റത്തിനെ റീപ്ലനിഷ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ എവിടെ നിന്ന് തന്നെയാണ് പഠിക്കേണ്ടത്? നാച്ചുറൽ നിന്ന് തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ നാച്ചുറൽ ഒരു ലബോറട്ടറിയാണ്. ആ ലബോറട്ടറിയിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം. മനസ്സിലായി? അപ്പം നമുക്ക് കുറച്ച് അറിവുള്ള കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെ അറിവ് കൂട്ടാൻ പറ്റും? നമ്മൾ നേച്ചറിൽ പോയിട്ട് ആ നേച്ചർ ഒരു ലബോറട്ടറി ആയിട്ട് എടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കണം. അപ്പോൾ നാച്ചർ ആക്ട് ആസ് എ ലബോറട്ടറി ഫോർ സ്റ്റഡീസ് ഓഫ് ഓർ കമ്പാരിസൺ വിത്ത് അതർ ഏരിയാസ് അണ്ടർ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് യൂസ് ആൻഡ് വാല്യബിൾ റിസർച്ച് ഇൻ ടു എക്കോളജി ആൻഡ് എവല്യൂഷൻ. അപ്പോൾ വാല്യബിൾ റിസർച്ച് ഓഫ് എക്കോളജി ആൻഡ് എവല്യൂഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദി നാച്ചർ ലാബ്. അപ്പോൾ നാച്ചർ ഒരു ലാബായിട്ടാണ് ആക്ട് ചെയ്യുക. അവിടെയാണ് നമുക്ക് വാല്യബിൾ റിസർച്ച് ആക്ടിവിറ്റീസൊക്കെ പിന്നെ റിസർച്ച് ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലാബായിട്ട് നാച്ചർ ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് അറിവുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് കൂടെ പഠിച്ചെടുക്കണം? നേച്ചറിനെ ഒരു ലബോറട്ടറി ആയിട്ട് എടുത്തിട്ട് അതിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മുടെ അറിവ് കൂട്ടണം. ഇപ്പോൾ അൺആൾട്ടർഡ് ഹാബിറ്റേറ്റ് ആസ് ഓഫ്റ്റൻ എസെൻഷ്യൽ ഫോർ സർട്ടൻ റിസർച്ച് അപ്രോച്ചസ് പ്രൊവൈഡിങ് കൺട്രോൾ ഏജൻറ്റ്സ് with the changes brought about by different management regimes may be measured and assessed. ഇപ്പം ഈ അൺആൾട്ടേർഡ് ഹാബിറ്റേറ്റ്സ്, ഇപ്പം നമ്മുടെ ആമസോൺ ഫോറസ്റ്റ് പോലെയുള്ള അൺആൾട്ടേർഡ് ഹാബിറ്റ്, ആമസോൺ ഫോറസ്റ്റ് ഇപ്പോൾ
മനുഷ്യർ കയ്യേറി തുടങ്ങി. പക്ഷെ പണ്ടൊക്കെ ആമസോൺ ഫോറസ്റ്റും സൈലൻറ്റ് വാലിയും ഒക്കെ എന്താണ്, അൺആൾട്ടേഡ് ഹാബിറ്റേറ്റാണ്. അതായത് മനുഷ്യ സ്പർശമേക്കാത്ത കാടുകളായിരുന്നു അതൊക്കെ. അപ്പം അങ്ങനത്തെ ഹാബിറ്റായിട്ട് പോയിട്ട് അവിടെയുള്ള ബാലൻസൊക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ ആ അറിവ് വേണം ഈ തകർന്ന ഹാബിറ്റേറ്റ് കൊണ്ടുവച്ചിട്ട് അപ്ലൈ ചെയ്യാൻ. മനസ്സിലായി? അപ്പോൾ ഫസ്റ്റ് പർപ്പസ്, ബയോഡൈവേഴ്സിറ്റിൻ്റെ ഫസ്റ്റ് പർപ്പസ് എന്ന് വെച്ചാൽ റിസർച്ച്, എഡ്യൂക്കേഷൻ ആൻഡ് മോണിറ്ററിങ്ങിലാണ്. അപ്പോൾ നമ്മളെ അറിവ്, അപ്പോൾ ബയോഡൈവേഴ്സിറ്റിനെ എങ്ങനെ മെയിൻറ്റെയിൻ നല്ലോണം യൂസ് ചെയ്യാം, പിന്നെ ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റി നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, പിന്നെ എങ്ങനെ നമുക്ക് ഡീഗ്രേഡ് ചെയ്ത എക്കോസിസ്റ്റത്തിനെ പിന്നെ പുനർജീവിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ അറിവൊക്കെ നമുക്ക് കുറവായിരിക്കും. അപ്പോൾ ഈ അറിവൊക്കെ നമ്മൾ എവിടെ നിന്നാണ് സമ്പാദിക്കേണ്ടത്? പ്രകൃതിയാകുന്ന നാച്ചുറാകുന്ന ലബോറട്ടറിയിൽ നിന്നാണ് ഈ നോളജൊക്കെ നമ്മൾ അക്വയർ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ അൺആൾട്ടേഡ് ആയിട്ടുള്ള കുറച്ച് ഹാബിറ്റേറ്റ്സ് ഉണ്ടാവും. അതായത് മനുഷ്യ സ്പർശം നേക്കാത്ത, അതായത് മനുഷ്യന്മാർ പോയിട്ട് ഡിസ്ട്രോയ് ചെയ്യാത്ത ചില ഹാബിറ്റേറ്റ്സ് ഉണ്ടാവും. ആ ഹാബിറ്റേറ്റ്സ് പോയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മാനേജ്മെൻറ്റ് അപ്രോച്ചസിൻ്റെ എഫക്റ്റ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം ആ മെഷേഴ്സ് നമുക്ക് ഡീഗ്രേഡഡ് ഹാബിറ്റേറ്റ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ് ബയോഡൈവേഴ്സിറ്റി പ്രൊവൈഡിങ് ലെസൺസ് ഫോർ സയൻറ്റിസ്റ്റ് ഇൻ എൻജിനീയറിംഗ്. Some spiders can produce the silk with a higher tensile strength than many alloys or steel, even though it is made up of protein. So biologists are looking at these processes in more depth to see if they can reproduce or enhance their capabilities. Biodiversity provides lessons for scientists in engineering. The biodiversity provides lessons for scientists in engineering. The scientists or the engineers derived their designs from nature or from the animals and plants. ഇപ്പം എന്താണ് പറയുന്നത് വെച്ചാൽ, നമ്മളെ എൻജിനീയേഴ്സൊക്കെ വേറെ പല തരത്തിലുള്ള സാധനങ്ങൾ ഡിസൈൻ ചെയ്യുന്നില്ല. അതായത് ട്രെയിൻ ഡിസൈൻ ചെയ്യുന്നുണ്ട്, പാലം ഡിസൈൻ ചെയ്യുന്നുണ്ട്, പിന്നെ പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട്, ബിൽഡിങ് ഡിസൈൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ പല സാധനങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിസൈനൊക്കെ അവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതൊരു നേച്ചറെ ഒബ്സർവ് ചെയ്യുമ്പോൾ ചില ജീവികളെ അവർ ഒബ്സർവ് ചെയ്യും. അപ്പോൾ ആ ജീവികളെ ഡിസൈന് അവരെ ആ ഹാബിറ്റേറ്റിൽ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിസൈനാണ് ഈ എൻജിനീയേഴ്സ് എടുത്തിട്ട് പ്ലെയിനും ഇതൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഈ ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചെങ്കിൽ, നമ്മുടെ പക്ഷികളെ ഡിസൈൻ, അപ്പോൾ പക്ഷികളെ ഡിസൈനാണ് എയറോപ്ലെയിനൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പക്ഷികളെ പിന്നെ കൊക്കൊക്കെ ഇങ്ങനെ കൂർത്തിട്ടൊക്കെയല്ലേ ഉണ്ടാകുക. അപ്പോൾ ആ ഡിസൈൻ വെച്ചിട്ട് നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യും? ഈ എയറോപ്ലെയിനൊക്കെ ഡിസൈൻ ചെയ്തത് എന്ത് വെച്ചിട്ടാണ്? ഈ പക്ഷികളെ ഡിസൈൻ വെച്ചിട്ടാണ്. അപ്പോൾ ആ പിന്നെ എയറിൻ്റെ ആ ബാലൻസൊക്കെ നമ്മൾ ആ വിങ്ങിൻ്റെ ബാലൻസ്, അപ്പോൾ പക്ഷികൾ വിങ്സ് ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ എയറോപ്ലെയിനിൽ വിങ്സ് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബാലൻസിങ് ഒക്കെ വിദ്യകളും ആ സ്ട്രക്ചറും ഒക്കെ നമ്മൾ ഈ ഫ്ലൈറ്റിന് കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? പക്ഷികളെ സ്റ്റഡി ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ ഈ പിക്ചറിൽ കാണിക്കുന്നുണ്ട് സ്പൈഡറിൻ്റെ വെബ്. ദി സ്പൈഡർ വെബ് ഈസ് ഹാവിങ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് സ്ട്രോങ്ങർ ദാൻ മെനി സ്റ്റീൽ ഓർ അലോയ്സ്. ദി സ്പൈഡർ വെബ്, അതായത് ഈ സ്പൈഡറിൻ്റെ വലയുണ്ടാവില്ല, ആ സ്പൈഡറിൻ്റെ വല, ചില സ്പൈഡറിൻ്റെ വലകൾ എന്താണ്, ഈ സ്റ്റീലിനെക്കാട്ടും അല്ലെങ്കിൽ അലോയിനെക്കാട്ടും ഒക്കെ സ്ട്രോങ്ങർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, എന്നാലും അതിന് അത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പല സ്ട്രക്ചേഴ്സും ഡിസൈൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഫിഗറിൽ തന്നിരിക്കുന്നത് എന്താണ്? ഈ കിങ് ഫിഷറിൻ്റെ ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? സൂപ്പർ സോണിക് ട്രെയിൻസ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ കിങ് ഫിഷറിൻ്റെ ആ ബീക്കിൻ്റെ ആകൃതിയിലാണ് ആ സൂപ്പർ സോണിക് ട്രെയിനിൻ്റെ ഫ്രണ്ട് പോർഷൻ ഉണ്ടാകുക. പിന്നെ സ്പൈഡറിൻ്റെ വെബ് എന്താണ്? ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആയിരിക്കും, ഹൈലി സ്ട്രോങ്ങർ ആയിരിക്കും. പിന്നെ ഇത് എന്തിനെക്കാട്ടും സ്ട്രോങ് ആണ്? സ്റ്റീലിനെക്കാട്ടും അലോയിനെക്കാട്ടും ഒക്കെ സ്ട്രോങ് ആണ്. അപ്പോൾ ഈ ഡിസൈൻ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ പല സ്ട്രോങ് മെറ്റീരിയൽസും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എലിഫൻറ്റിൻ്റെ
എലിഫൻറ്റിൻ്റെ തുമ്പിക്കൈനെ പോലെ എന്തുണ്ടാക്കാൻ പറ്റും, നമുക്ക് പൈപ്പ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ സ്പ്രിങ് ആക്ഷനുള്ള ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്താണ് ഈ രണ്ടാമത്തെ പിന്നെ പോയിന്റിൽ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ, നാച്ചുറൽ നിന്നാണ് സയൻറ്റിസ്റ്റും എൻജിനീയേഴ്സും ഒക്കെ അവർക്ക് വേണ്ട സാധനങ്ങളുടെ ഡിസൈന് കോപ്പി അടിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം നാച്ചുറലുള്ള പിന്നെ പക്ഷികളെയും അങ്ങനത്തെ അനിമൽസിനൊക്കെ ഒബ്സർവ് ചെയ്തിട്ടാണ് അവർ ഈ ഡിസൈനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ്. അതായത് ബയോഡൈവേഴ്സിറ്റി പ്രൊവൈഡ്സ് ലെസൺ ഫോർ സയൻറ്റിസ്റ്റ് ഇൻ എൻജിനീയറിംഗ്. പിന്നെയുള്ള ഇമ്പോർട്ടൻസ് ആണ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ്. അപ്പം മെനി ഓഫ് അവർ വാല്യുബിൾ ഗുഡ്സ് ഫ്രം സ്പൈസസ് ലൈക്ക് സിനമൺ, പെപ്പർ to critical medicines like aspirin, tamoxifen, quinine, digitalis have been discovered accidentally because plants or animals produce chemicals for defense or attraction. We would not have otherwise considered the organism from which these chemicals originated as valuable and worthy of conservation. ഇപ്പം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന the medicines we use and the spices we use are discovered from the plants and animals by accident. അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന മെഡിസിൻസ്, സ്പൈസസ്, അപ്പം അതൊക്കെ ഡിസ്കവർ ചെയ്തത് പ്ലാന്റ്സിൽ നിന്നും എനിമൽസിൽ നിന്നാണ് ആക്സിഡൻ്റലി ഡിസ്കവേർഡ് ചെയ്തതാണ്. അതായത് ഈ പ്ലാന്റ്സിൽ നിന്നും എനിമൽസിൽ നിന്നും ആക്സിഡൻ്റലി ഡിസ്കവർ ചെയ്ത സാധനങ്ങളാണ് ഈ മെഡിസിൻസും സ്പൈസസും ഒക്കെ. മാത്രമല്ല ഈ ദിസ് പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് പ്രൊഡ്യൂസ് കെമിക്കൽ ഫോർ ഡിഫെൻസ് ഓർ അട്രാക്ഷൻ. ഇപ്പോൾ ഈ പ്ലാന്റ്സും എനിമൽസ് എന്താണ്, ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫെൻസിന് വേണ്ടിയിട്ട് ചില കെമിക്കൽസ്, അല്ലെങ്കിൽ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ എറുമ്പുകളൊക്കെ നമ്മൾ ചില എറുമ്പുകളെടുത്ത് നമ്മൾ പോയാൽ ആ എറുമ്പുകൾ എന്ത് ചെയ്യും, നമ്മുടെ മേത്തേക്ക് ആസിഡ് തെറിപ്പിക്കുക. അതായത് ഫോമിക് ആസിഡാണ് അവർ തെറിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഫോമിക് ആസിഡൊക്കെ നമ്മൾ ഡിസ്കവർ ചെയ്തത് എറുമ്പിൽ നിന്നാണ്. അതേപോലെ തന്നെ ചില ഈ സ്ക്വിഡൊക്കെ എന്ത് ചെയ്യും, സ്ക്വിഡിൻ്റെ അടുത്തൊക്കെ പോയാൽ സ്ക്വിഡ് ഇങ്കൊക്കെ തെറിപ്പിക്കും. അപ്പോൾ പ്ലാന്റ്സും എനിമൽസും ഡിഫെൻസിന് വേണ്ടിയിട്ടും പിന്നെ പാർട്ട്ണറെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കൽസ് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കെമിക്കൽ നേച്ചറൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ യൂസസൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ്. സർവൈവൽ ഓഫ് നാച്ചുറൽ ഏരിയാസ് ആൻഡ് സ്പീഷീസ് ആർ ഇമ്പോർട്ടൻറ്റ് ടു ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് അറൗണ്ട് ദി വേൾഡ്. Thousands of cultural groups in the world have been different tradition and knowledge for relating to natural world. അപ്പോൾ സ്പിരിച്വലിനും കൾച്ചറൽ ആക്ടിവിറ്റീസിനും ഈ എനിമൽസിനും പ്ലാന്റ്സിനും ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. അപ്പം നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സോഡിയാക് സൈൻസൊക്കെ ഓരോരോ എനിമൽസ് അല്ലേ. മാത്രമല്ല നമ്മുടെ ചില കൾച്ചേഴ്സിൽ ഈ എനിമൽസിനെ ദൈവങ്ങളായിട്ട് ആരാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ സ്പിരിച്വാലിറ്റിയും കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ എനിമൽസിനെയും പ്ലാന്റ്സിനെയും നമ്മൾ പറയുന്നത്. അപ്പോൾ പണ്ട് തൊട്ടേ നമ്മൾ ഈ എനിമൽസിനെയും പ്ലാന്റ്സിനെയും നമ്മുടെ സ്പിരിച്വാലിറ്റിയും കൾച്ചറൽ ഹെറിറ്റേജിനോടൊക്കെ ലിങ്ക് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിന് എനിമൽസിനും പ്ലാന്റ്സും അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിക്ക് കൾച്ചറലും സ്പിരിച്വൽ ഇമ്പോർട്ടൻസും ഉണ്ട്. ഇനി നമുക്ക് ബയോഡൈവേഴ്സിറ്റിൻ്റെ എക്കണോമിക് വാല്യൂസ് നോക്കാം. എക്കണോമിക് വാല്യൂസ് ഓൺ ബയോഡൈവേഴ്സിറ്റി. ഇപ്പോൾ ഫുഡ്, ഇപ്പോൾ ക്രോപ്സ്, ലൈവ് സ്റ്റോക്ക്, ഫോറസ്ട്രി ആൻഡ് ഫിഷ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, പിന്നെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ്, പിന്നെ ഫോറസ്റ്റ്, ഫിഷ്, അപ്പോൾ ഇതൊക്കെ എന്തിൽ നിന്നാണ് വരുന്നത്, ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നാണ് വരുന്നത്. സെക്കൻഡ്, മെഡിക്കേഷൻ. ഇപ്പോൾ വൈൽഡ് പ്ലാന്റ് സ്പീഷീസ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ മെഡിസിനൽ പേർപ്പസസ് since before the beginning of recorded history. For example, quinine used to treat malaria comes from the bark of Amazonian tree Cinchona tree. Digitalis form the foxglove plant chronic heart trouble, and morphine from poppy plant is a pain relief. അപ്പം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ ഡിറൈവ് ചെയ്തിരിക്കുന്ന അധികവും പ്ലാന്റ്സിൽ നിന്നാണ്. ഇപ്പോൾ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് മുമ്പ്, അത് ആയുർവേദമൊക്കെ ഇപ്പോൾ ഉണ്ടായതാണോ? അല്ല. അപ്പോൾ ആയുർവേദം ഒക്കെ പണ്ട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിന് മുന്നേ ഉണ്ടായ ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദമൊക്കെ. അപ്പോൾ ഈ ആയുർവേദമൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്ലാന്റ്സിൻ്റെ മുകളിലാണ്. അപ്പോൾ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സിനെ മെഡിസിനായിട്ട് നമ്മൾ
പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് ക്യുനൈൻ. ഇപ്പോൾ മലേറിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗാണ് ക്യുനൈൻ. ഈ ക്യുനൈൻ ഡിറൈവ് ചെയ്യുന്നത് ചിഞ്ചോണ ട്രീൻ്റെ ബാർക്കിൽ നിന്നാണ്. അതായത് ചിഞ്ചോണ ട്രീൻ്റെ തടിയിൽ നിന്നാണ് ഈ ക്യുനൈൻ ഡിറൈവ് ചെയ്യുന്നത്. പിന്നെ ഡിജിറ്റാലിസ് ഫ്രം ഫോക്സ് ഗ്ലോ പ്ലാന്റ്. അപ്പോൾ ഹേർട്ട് ട്രബിൾ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലാണ് ഡിജിറ്റാലിസ്, അല്ലെങ്കിൽ മെഡിസിനാണ് ഡിജിറ്റാലിസ് എന്ന് പറയുന്നത്. അത് ഡിറൈവ് ചെയ്യുന്നത് ഫോക്സ് ഗ്ലോ പ്ലാന്റിൽ നിന്നാണ്. പിന്നെ പെയിൻ കില്ലറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മോർഫിൻ ഡിറൈവ് ചെയ്യുന്നത് പോപ്പി പ്ലാന്റിൽ നിന്നാണ്. പിന്നെ ഇൻഡസ്ട്രി, പിന്നെ ഫൈബേഴ്സ് ഫോർ ക്ലോത്തിങ്, വുഡ് ഫോർ ഷെൽട്ടർ ആൻഡ് വാംത്ത്. ബയോഡൈവേഴ്സിറ്റി മേ ബി ആസ് എ സോഴ്സ് ഓഫ് എനർജി. Other industrial products are oils, lubricants, perfumes, fragrance, dyes, paper, waxes, rubber, latex, resins, poisons and cork are all derived from various plant species. Supplies from animal origin are wool, silk, fur, leather, lubricants, waxes. Animals may be also used as a mode of transport. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇമ്പോർട്ടൻറ്റ് റോള് ബയോഡൈവേഴ്സിറ്റിക്ക് ഉണ്ട്. അപ്പോൾ പ്രോഡക്ട്സ് സച്ചാസ് എന്തൊക്കെയാണ്? ഫൈബേഴ്സ് ഫോർ ക്ലോത്തിങ്, വുഡ് ഫോർ ഷെൽട്ടർ, പിന്നെ എനർജി ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ലൈക്ക് ഓയിൽസ് നമ്മൾ പ്ലാന്റ്സ് നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലൂബ്രിക്കൻസ്, പെർഫ്യൂംസ്, ഫ്രാഗ്രൻസ്, സ്പ്രേ ഒക്കെ ഇല്ലേ, പിന്നെ ഡൈസ് കളർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, പിന്നെ പേപ്പർ, വാക്സസ്, റബ്ബർ, ലാറ്റക്സ്, റെസിൻസ്, പോയ്സൺസ് ആൻഡ് കോർക്ക്. അത് മാത്രമല്ല എനിമൽസിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന സാധനങ്ങളാണ് വൂള്, സിൽക്ക്, ഇതൊക്കെ ക്ലോത്തിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫറ്, പിന്നെ ലെതർ, പിന്നെ ലൂബ്രിക്കൻസ്, വാക്സസ്, ഇതൊക്കെ എനിമൽസിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല എനിമൽസ് നമ്മളെ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത എക്കണോമിക് യൂസാണ് ബയോഡൈവേഴ്സിറ്റിൻ്റെ അടുത്ത എക്കണോമിക് യൂസാണ് ടൂറിസം ആൻഡ് റിക്രിയേഷൻ. ഇപ്പം ബയോഡൈവേഴ്സിറ്റി is a source of economical wealth for many areas such as many parks and forests where wild nature and animals are a source of beauty and a joy for many people. Ecotourism in particular is a growing outdoor recreational activity. ഇപ്പം ടൂറിസത്തിനും റിക്രിയേഷനിലും ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട് ആര്? ബയോഡൈവേഴ്സിറ്റി. ഇപ്പോൾ ഈ ടൂറിസം പ്ലേസസ് മെയിൻലി എന്തായിരിക്കും? ഫോറസ്റ്റോ അല്ലെങ്കിൽ ബീച്ച് സൈഡോ അല്ലെങ്കിൽ നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് ആയിരിക്കും ടൂറിസം സ്പോട്ടായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ പോയാൽ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷമൊക്കെ ഉണ്ടാവും. അപ്പോൾ എക്കോ ടൂറിസമാണ് ഇപ്പം പോപ്പുലാരിറ്റി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടൂറിസം, അതായത് ഈ പ്രകൃതിയായിട്ട് ഇണങ്ങിയിട്ടുള്ള ടൂറിസം മെത്തേഡ്. അപ്പോൾ ടൂറിസമാണ് നമ്മുടെയൊക്കെ ഇമ്പോർട്ടൻറ്റ് വരുമാന മാർഗം. അപ്പോൾ ആ വരുമാന മാർഗം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ബയോഡൈവേഴ്സിറ്റിനെ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സിനെയും എനിമൽസിനൊക്കെ കാണാനാണ് ഈ ടൂറിസ്റ്റ് പ്ലേസസിലൊക്കെ ആൾക്കാർ പോകുന്നത്. അപ്പോൾ അത് മാത്രമല്ല അത് നമുക്ക് മനസ്സിനൊരു സന്തോഷവും കുളിർമയൊക്കെ തരുന്നുണ്ട്. അപ്പം കഴിഞ്ഞു. അപ്പം നമ്മുടെ ഈ ടോപ്പിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ ഡെയിലി ലൈഫ് ഫിനിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്കായിട്ട് തുടങ്ങാം.